ബൽറാം, ഈ ബാരാമുള്ള എന്ന് പറഞ്ഞാൽ എപ്പോഴും മിക്കവാറും പാകിസ്ഥാനുമായി ചില ഏറ്റുമുട്ടലുകൾ നടക്കുന്ന സ്ഥലമാണല്ലോ. മാത്രമല്ല ഇതുവഴിയാണ് മുള്ളുവേലി മുറിച്ച് ഈ 1.5 കൊല്ലം മുമ്പ് ഈ ഭീകരന്മാർ നുഴഞ്ഞു കയറിയെന്നും കൂടി വാർത്ത വരുന്ന സാഹചര്യത്തിൽ താങ്കൾ ബാരാമുള്ളയിലാണല്ലോ നിൽക്കുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ പ്രദേശവാസികളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞോ? ബാരാമുള്ളയിൽ നിന്നുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ഈ അവസരത്തിൽ കഴിയുക? എസ്കെൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്ന ഒരു മേഖലയാണ് ഈ ബാരാമുള്ള എന്നുള്ളത്. ബാരാമുള്ളയ്ക്ക് തൊട്ടടുത്ത് ഉറിക്ക് ശേഷം അന്താരാഷ്ട്ര അതിർത്തിയാണ്. നമുക്കറിയാം 2016 ഭീകരാക്രമണം, സൈനിക ക്യാമ്പുകൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണം നടന്നത് ഈ ഉറി പ്രദേശത്തായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മലനിരകൾക്ക് അപ്പുറമുള്ള പ്രദേശം അതിർത്തി മേഖലയാണ്. അതീവ സുരക്ഷാ മേഖലയാണ് ആ മേഖല. അതുകൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ ഉണ്ട്. നിലവിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. ഈ ഗ്രാമവാസികൾ, ഈ പ്രദേശവാസികളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇവിടെ എത്തിയ ഘട്ടത്തിൽ അവർക്കെല്ലാം തന്നെ ഈ ഒരു സമയത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കൃഷി ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ കൂടുതലായും ഉള്ളത്. ടൂറിസം അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ഈ മേഖലയിലേക്ക് അധികം വരാറില്ല. ഇതൊരു പ്രതിരോധ മേഖലയാണ് എന്നതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ എത്താറില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ജലം നദിയാണ്. സിന്ധു നദി കരാറുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായ തീരുമാനം, ആ കരാർ റദ്ദാക്കാൻ പിന്മാറാനുള്ള ഇന്ത്യയുടെ തീരുമാനം, അത് പാകിസ്ഥാനെ വലിയ തോതിൽ തന്നെ ബാധിച്ചിരിക്കുന്നു. ഈ നദി ആയിരുന്നു കഴിഞ്ഞ ദിവസം ഈ അണക്കെട്ട് വെള്ളപ്പൊക്കമുണ്ടാകാൻ കാരണമായത്. ഈ നദിയിലൂടെ ഒഴുകിപ്പോയ വെള്ളമാണ് പാകിസ്ഥാനിൽ. എന്നാൽ നിലവിൽ ഇപ്പോൾ സ്ഥിതി സാധാരണ നിലയിലായിരിക്കുന്നു. ജലനിരപ്പ് അല്പം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും സാധാരണ നിലയിൽ നിന്നും ഉയർന്നു തന്നെയാണ് ഇപ്പോഴും ഈ നദിയിലെ ജലനിരപ്പ്. ഇത്തരത്തിൽ തന്ത്രപ്രധാനമായ നിർണായകമായ ഒരു പ്രദേശമാണ് ഇവിടം. ജനങ്ങളോട് കൃഷി അടക്കമുള്ള അവരുടെ കാര്യങ്ങൾ എല്ലാം തന്നെ എത്രയും വേഗം വിളവെടുപ്പ് പൂർത്തിയാക്കണം എന്നും അതീവ ജാഗ്രതയിൽ തുടരണം എന്നുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മേഖലയിലെല്ലാം തന്നെ അത്യന്തം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങളോ മറ്റു വിവരങ്ങളോ പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയില്ല. അതിന് നിയന്ത്രണങ്ങളുണ്ട്, മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ പാക് അതിർത്തി മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖല കൂടിയാണ് ഇവിടെ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതേസമയം എസ്കെൻ സൂചിപ്പിച്ച പോലെ തന്നെ അതിർത്തി കടന്നാണ് ഈ ഭീകരർ എത്തിയത് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിനാവശ്യമായ സാങ്കേതിക തെളിവുകളും സാക്ഷിമൊഴികളും സൈന്യത്തിന്, അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് നിർണായകമാണ്. 1.5 വർഷം മുമ്പ് കത്വ സാംബ സെക്ടർ മേഖലയിലെ അതിർത്തി കമ്പിവേലി മുറിച്ചാണ് ഈ ഭീകരർ അകത്തേക്ക് കടന്നത് എന്നും അവർ ഒരു വലിയ സംഘമുണ്ടായിരുന്നു, 2-3 പേരല്ല അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നും സ്ഥിരീകരണമുണ്ട്. കൂടാതെ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ രാജ്യത്ത് പല മേഖലകളിലും നടന്ന ഭീകരവാദി ആക്രമണങ്ങളിൽ ഈ ഭീകരർക്ക്, ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള എന്ന് സ്ഥിരീകരിക്കപ്പെട്ട 2 ഭീകരർ, അലിബായ് ഒപ്പം തന്നെ ഹാഷിം മൂസ എന്നീ 2 ഭീകരർ അടക്കം പങ്കുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. അത് സോൻമാർഗ് ടണൽ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ അലിബായ് എന്നുള്ളത് അവിടുത്തെ CCTV ക്യാമറകളിൽ നിന്ന് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ഈ ഹാഷിം മൂസയുടെ പങ്കുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായ ഭീകരാക്രമണത്തിനിടെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരന്റെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങൾ, അത് ഈ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ഭീകരരുടെ വലിയൊരു സംഘത്തിന്റെ ദൃശ്യങ്ങൾ തന്നെ അല്ലെങ്കിൽ ചിത്രങ്ങൾ തന്നെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം തന്നെ ഈ ഭീകരരെ തിരിച്ചറിയുന്നത് കൂടുതൽ സുരക്ഷാ സേനയ്ക്ക് ഗുണം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ്കെൻ, ഓക്കെ, നമുക്കൊപ്പം ചേർന്നത് ബൽറാം നെടുങ്ങാടിയാണ്.